നിങ്ങൾ ഈ സ്ക്രീൻഷോട്ട് കണ്ടോ? അല്ല, ആദ്യത്തെ സ്ക്രീൻഷോട്ട് പുള്ളി വലിയ പന്ത് കളിക്കാരനാണ്. പുള്ളിക്ക് കണ്ണ് വേണം പന്ത് കളിക്കാൻ, അത് മുസ്ലിങ്ങളുടെ കണ്ണ് തന്നെ വേണം. രണ്ടാമത്തെ സ്ക്രീൻഷോട്ട് കണ്ടോ? അത് രാഘവ് ചദ്ദ എന്ന് പറയുന്ന ആളാണ്. പുള്ളി റേസ് ചെയ്യുന്ന ഇഷ്യൂ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മുടെ അടുത്തുള്ള ഷോപ്പുകളിൽ നിങ്ങൾ നോക്കിയറിയാം, കണ്ടമാനം ഈ ജ്യൂസുകൾ, പ്രൊഡക്റ്റുകൾ ഇങ്ങനെ വന്നിറങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് എത്രമാത്രം ഷുഗർ കണ്ടന്റ് ഉണ്ടെന്നോ, ഇവർ ഈ സ്റ്റേറ്റ് ചെയ്യുന്ന കണ്ടന്റുകൾ കറക്റ്റ് ആണെന്നോ, ഇത് ഹെൽത്തിന് എത്രമാത്രം ഗുണമുണ്ട് ദോഷമുണ്ടെന്നോ ഒന്നും എനിക്കൊന്നും പരിശോധിക്കാൻ ഒരു റെഗുലേഷനും ഇല്ലാത്ത രീതിയിലാണ് ഇത് കൊണ്ട് കഴിച്ച മനുഷ്യർക്ക് എന്ത് ദോഷം ഉണ്ടാകുന്നു ഒന്നും യാതൊരു പിടിയില്ല. ചുമ്മാ പിള്ളേർക്ക് വാങ്ങിച്ച ചില ക്യാൻഡീസ്, ഒരു തരത്തിലും ഒരു കാരണവശാലും പിള്ളേർക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ടാത്ത ക്യാൻഡീസ് വളരെ ഓപ്പണായിട്ട് കച്ചവടം ചെയ്തിട്ടുണ്ട് നമ്മുടെ നാടുകളിൽ. ഇതുകൊണ്ടുള്ള ഗുണം ദോഷം ഇതിനെപ്പറ്റിയൊന്നും യാതൊരു ബോധവും ഇല്ലാതെ നമ്മൾ പിള്ളേർക്ക് ഇത് വാങ്ങിച്ചു കൊടുക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ പഴയ ഐസ്ക്രീം ഇല്ലേ, ഈ ഐസ്, ഇതിൽ വെള്ള ഐസ് ഇല്ലേ സ്റ്റിക്കൊക്കെ വെച്ചിട്ട്, ഈ സാധനം ഇതുവഴി പോയി. ഞാൻ എൻ്റെ മോക്ക് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി നൊസ്റ്റാൾജിയ കൊണ്ട് നിർത്തി വാങ്ങിച്ചു കൊടുക്കാനായിട്ട്. അത് കണ്ടപ്പോൾ എനിക്ക് വാങ്ങിക്കാൻ തോന്നിയില്ല, അത്രമാത്രം അഴുക്ക് അതിനകത്ത്, അൺഹൈജീനിക്കായിട്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ആദ്യത്തെ സ്ക്രീൻഷോട്ട് നിങ്ങളുടെ ആൾക്കാരെ സെലക്ട് ചെയ്താൽ നിങ്ങൾ ഇതുപോലെ കണ്ണ് വെച്ച് പന്ത്, ആ വ്യക്തി പറയുന്ന യഥാർത്ഥത്തിൽ അയാളുടെ ഇൻസെക്യൂരിറ്റിയാണ്, അത് കറക്റ്റ് അതുപോലുള്ള കുറേ ആൾക്കാരിലേക്ക് കണക്ട് ചെയ്യും. ഇതുകൊണ്ട് സമൂഹത്തിനും രാജ്യത്തൊന്നും ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. രണ്ടാമത്തെ ആൾ വിദ്യാഭ്യാസം ബോധമുള്ള മനുഷ്യനാണ്. അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കും സമൂഹത്തിനും നിങ്ങളുടെ തലമുറകൾക്കും ഗുണമുണ്ടാകും.